ഹലോ ഗൈസ്, നമ്മുടെ സഞ്ജു പൊളിച്ചു കേട്ടോ, പൊളിച്ചടുക്കി. 2 ദിവസമായിട്ട് അതിൻ്റെ ഓളം പോയിട്ടില്ല. സഞ്ജുവിൻ്റെ ബാറ്റിങ് എന്തൊരു കാം ആൻഡ് കമ്പോഷനായിരുന്നിട്ടുള്ള ബാറ്റിങ്ങിൽ. പുള്ളി ആ ബാറ്റിങ്ങിൽ ഓരോ ഷോട്ടുകളും ഓഫ് സൈഡിലേക്ക് പുള്ളിയുടെ ഇതെന്താ ബൗൺസർ പുള്ളിക്ക് പ്രശ്നം. ബൗൺസർ പുള്ളിയുടെ ബോഡിയിലേക്ക് എറിയുമ്പോൾ പുള്ളി പയ്യെ മാറി സിംഗിൾ എടുത്ത് വിടുന്ന രീതി. എന്ത് കളിയാണ്, ഒരു ഓവറിൽ ഒരു 4 ആ രീതിയിലാണ് പുള്ളി കളിച്ച്. പിന്നെ സ്ട്രൈക്ക് കൈമാറുക, അത്യാവശ്യം ഒരു 6. പുള്ളി ആ 12 ഓവറിന് ശേഷം പിന്നെ 18ാമത്തെ 19ാമത്തെ ഓവറിലാണ് കണ്ട പുള്ളി പിന്നെ അടിക്കുന്നത്. അതുവരെ പുള്ളി റൺ റേറ്റ് താഴാണ്ട് 10ൻ്റെ താഴെ നിർത്തി കൊണ്ടുപോയി. എന്നാൽ എവിടെയെങ്കിലും പുള്ളി ഒരു അറ്റാക്കിങ് ചെയ്ത് കണ്ടോ? എന്നാൽ സിമ്പിൾ കളി, എന്താ രസം പുള്ളിയുടെ. ഇതാണ് പുള്ളിക്ക് വേണ്ടത്. ഈ സംഭവം ഒടിയിലും പുള്ളിക്ക് വർക്കിംഗ് ആണ്. ഒടിയിലേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന പുള്ളിനെ എടുക്കാണ്ടിരുന്നതാണ് അത് വേറെ കേസ്. പക്ഷേ ഈ സഞ്ജുവിൻ്റെ കളിയെ പറ്റി എല്ലാ പഴയ കളിക്കാരും, യുവരാജ് സിംഗ്, സുനിൽ ഗവാസ്കർ, എന്താ പറയുക, സച്ചിൻ ടെണ്ടുൽക്കർ വരെ നല്ല അടിപൊളി. ഇതാണ് സഞ്ജുവിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇനി സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ ഇതുപോലെ ജോഫ്ര ആർച്ചറിൻ്റെ ബൗൺസറൊക്കെ സിമ്പിളായി സ്ട്രൈക്ക് കൈമാറി കളിച്ചാൽ കിടുമായിരിക്കും. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ പുള്ളി അറ്റാക്ക് ചെയ്ത് കളിക്കുള്ളൂ എന്നാണ് പ്രതീക്ഷ. പക്ഷേ പുള്ളി ഇന്ന് കളിച്ച രീതി, ബോൾ നോക്കി കളിക്കും. എല്ലാ ബോളും 6 അടിക്കാവുന്നതിനേക്കാൾ നല്ലത് പുള്ളി നിന്ന് കഴിഞ്ഞാൽ തന്നെ 20 ഓവർ ബാറ്റ് ചെയ്യാൻ പുള്ളി അവിടെ ഉണ്ടെങ്കിൽ ടീം സെറ്റാണ്. ഇതാണ് നമുക്ക് സഞ്ജുവിൽ നിന്ന് വേണ്ടത്. നമ്മുടെ മുത്താണ് സഞ്ജു.